ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ചന മസാലയാണ് കേട്ടോ. നമ്മൾ ഈ ചോലെ ഭട്ടൂര എന്നൊക്കെ പറയില്ലേ, അതിന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ചന മസാല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ വിഭവമാണിത്. ഇത് നോർത്തിലൊക്കെ അവർ വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അത്ര അവൈലബിൾ അല്ലാത്ത ഇൻഗ്രീഡിയൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാറ്. എങ്കിലും നമുക്ക് അവർ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം. പല വേറെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് ചിക്ക് പീസ് ആണ്. ഇത് ഞാനിവിടെ ഒരു വെള്ളക്കടല എന്നൊക്കെ പറഞ്ഞത് ഇതൊരു 8 മണിക്കൂറോളം ഞാൻ കുതിർത്ത് വെച്ച ചിക്ക് പീസാണ് കേട്ടോ. ഇത് 8 hours നമ്മൾ കുതിരാൻ വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ സവോള, പിന്നെ വേണ്ടത് മല്ലിയില, തക്കാളി, തേങ്ങ കുറച്ച് ചിരകിയത്, പിന്നെ മിളക്. പിന്നെ നമുക്ക് വേണ്ടത് ഓയിൽ വേണം. അതുപോലെ ടീ ബാഗ് 2 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം, അതുപോലെ നമ്മൾ ടാമറിൻ വാട്ടർ ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. കോൽപ്പുളി കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സവോളയും തക്കാളിയും വേറെ സെപ്പറേറ്റ് ചെറുതായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മസാലകൾക്ക് വേണ്ട സാധനങ്ങൾ കറിയാമ്പൂ വേണം. പിന്നെ വേണ്ടത് ഏലക്കായയാണ്. അതുപോലെ പെപ്പർ കോൺസ് എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകം, പട്ട, പിന്നെ സർവ്വസുഗന്ധിയുടെ ഒരു ഇല, പിന്നെ വേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ചന്ന മസാലയ്ക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നോർത്തിലൊക്കെ അവർ അമച്ചർ പൗഡർ യൂസ് ചെയ്യാറുണ്ട്. അതിന് പകരമാണ് നമ്മളിവിടെ പുളിവെള്ളം യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കുക്കറിലേക്ക് ആദ്യം നമ്മൾ ചനയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ചിക്ക് പീസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. കുതിർത്ത് വെച്ച ചിക്ക് പീസ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. പൂരിയുടെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. കുറച്ച് അധികം ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ആ ചിക്ക് പീസ് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു 2 ടീ ബാഗ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടല വെന്ത് കഴിയുമ്പോൾ ഇതിനൊരു പ്രത്യേക ഫ്ലേവറും അതുപോലെ ഒരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ടീ ബാഗ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് സർവ്വസുഗന്ധിയുടെ ഇല ഇട്ട് കൊടുത്തു. നല്ലൊരു മണമാണ് കേട്ടോ ആ ഒരു ഇലയ്ക്ക്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലപോലെ ഒരു 5 വിസിൽ വരുന്ന വരെ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മസാലയ്ക്കുള്ളത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നായിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. എല്ലാ മസാലയുടെ ഐറ്റംസും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ജീരകം, പെരുംജീരകം, പട്ട, ഏലക്കായ, കുരുമുളക്, അതുപോലെ തന്നെ കറുവപ്പട്ട, കരയാമ്പൂവ്, അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ ഞാൻ ഒരുമിച്ച് ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചീനച്ചട്ടിയിലിട്ടിട്ട്. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. നന്നായി ഇളക്കി കൊടുത്ത് നമ്മളത് ചൂടാക്കി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മസാലയായിട്ട് നമ്മൾ ഇതാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാവുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പച്ച സ്മെല്ല്, ആ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ച സ്മെല്ല് പോയി നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു മണം വരാൻ തുടങ്ങും ഇത് ചൂടാവുമ്പോൾ. ഇനി അത് മിക്സറിൽ ഇട്ടിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. മൂന്ന് സ്റ്റേജായിട്ടാണ് ഞാൻ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ ഡിഷ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചിക്ക് പീസ് വേവിക്കാൻ വെച്ചു. പിന്നെ മസാലക്കൂട്ട് തയ്യാറാക്കി. ഇനി നമ്മൾ ഗ്രേവി ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ നല്ലപോലെ എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള അരിഞ്ഞതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഇനി നമ്മൾ ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ സവോള വഴണ്ട് കിട്ടും കേട്ടോ. അപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ചെറുതായി അരിഞ്ഞ് വെച്ച് തക്കാളി ചേർത്ത് കൊടുത്തു. ഇനി അത് നല്ലപോലെ ഇളക്കി നല്ല സോഫ്റ്റാക്കി നമുക്ക് എടുക്കാം. ഇതപ്പം ഞാനിത് നല്ലപോലെ ഇളക്കി വേവിച്ചെടുക്കുവാണ്. സോഫ്റ്റാക്കി എടുക്കണം. നമ്മൾ ആ ഇട്ട തക്കാളിയൊക്കെ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ചൂടാക്കി പൊടിച്ച ആ മസാലപ്പൊടിയാണത്. നല്ലൊരു മണം വരും കേട്ടോ. ഇത് ഈ പൊടി ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ ചെയ്ത് വെച്ച ഗ്രേവി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സിയിലേക്ക് ഇട്ട് നല്ലപോലെ ഫൈൻ പേസ്റ്റാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നല്ലപോലെ അരച്ച് വെക്കാം. നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. 5 വിസിൽ വന്നു. ഇതാ കണ്ടോ, നമ്മുടെ ചിക്ക് പീസൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ആ 2 ടീ ബാഗ് അതിൽ നിന്നും എടുത്ത് മാറ്റാം. ആ ടീ ബാഗ് ഒന്ന് അതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ് ഞാൻ. അപ്പോൾ ആ ഒരു ലീഫ് നമ്മളിട്ട് സർവ്വസുഗന്ധിയുടെ ഇലയും കൂടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നോക്കി, ആ ചിക്ക് പീസിൻ്റെ കളറൊക്കെ ഒന്ന് മാറി. അതുപോലെ നല്ലൊരു സ്മെല്ലും ആ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ ടീ ബാഗിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ആ സർവ്വസുഗന്ധിയുടെ സ്മെല്ലും നല്ലപോലെ കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇനി ഞാൻ ആ ഗ്രേവി വെച്ച പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ഓയിൽ ഒഴിച്ച് ചൂടായി. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേവിയുടെ പേസ്റ്റ് ഇല്ലേ, അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ ആ പേസ്റ്റ് മിക്സിയിൽ നിന്ന് നല്ലപോലെ ഒഴിച്ചെടുക്കാം നമുക്ക്. ഇനി ഇതൊന്ന് നന്നായി ചൂടായിട്ട് വരട്ടെ. ഇത് നല്ലപോലെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അടുത്തായി ചേർക്കുന്നത് എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളമാണ് കേട്ടോ. നമ്മൾ കോൽപ്പുളി കലക്കി വെച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്തു. അത് ചേർക്കുന്നത് നമ്മൾ ഈ അമച്ചർ പൗഡറിന് പകരമാണ്. അതായത് ഇവർ ഈ നോർത്ത് ഇന്ത്യൻസ് ഡ്രൈ മാംഗോ പൗഡർ പുളിക്ക് വേണ്ടി ചേർക്കും. അതിന് പകരമാണ് നമ്മളിപ്പോൾ ഈ പുളിവെള്ളം ചേർത്തത്. ഇനി നമുക്ക് ചനയൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ചിക്ക് പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന മസാല ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ തിളച്ച് കുറുകി വരട്ടെ. നല്ലപോലെ ഇളക്കി നമുക്കിതിങ്ങനെ കുറുകി വരുന്ന വരെ ആക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില തൂവിയ ഞാൻ മല്ലിയില തൂവി കൊടുക്കുകയാണ്. നല്ലൊരു മണമാണ് കേട്ടോ മല്ലിയില ഇട്ട് കൊടുക്കുമ്പം. അപ്പോൾ ഇതാ നമ്മുടെ ചന മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് റെഡി ആവുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ഒക്കെ വരുന്നുണ്ട്. ടേസ്റ്റൊക്കെ ഉള്ളൊരു വിഭവമാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിന് മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും അതുപോലെ തന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ പച്ചയ്ക്ക് ചേട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വെതറി കൊടുക്കുകയാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.
അഭിപ്രായം പറയാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ് ആരും മറക്കണ്ട. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഓരോ കമൻറ്റ് എനിക്ക് അത്രയും വേണ്ടപ്പെട്ടതാണ്. ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണത്. ആരും മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട്